ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ന്യൂസിലാൻഡ് എന്ന രാജ്യത്തെയാണ് കാണിക്കുന്നത്. ന്യൂസിലാൻഡിൽ വായുവിലൂടെ ഒരു വൈറസ് പൊട്ടിപ്പുറപ്പെടുകയും അത് നിരവധി ആളുകളുടെ ജീവനെടുക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ ലോകരാജ്യങ്ങൾ ന്യൂസിലാൻഡുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചു. അതിനാൽ തന്നെ ന്യൂസിലാൻഡിലെ ജനജീവിതം വളരെ ദുരിതപൂർണമായി മാറിയിരിക്കുകയാണ്. അവിടുത്തെ ജനസംഖ്യയിലെ 4/1 ഭാഗം മാത്രമേ ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നുള്ളൂ. 2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ സമ്പദ് വ്യവസ്ഥ തച്ചുടയുകയും പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം ഇല്ലാതാവുകയും ചെയ്തു. അതിനാൽ തന്നെ സ്വന്തം സുരക്ഷ അവനവൻ തന്നെ നോക്കേണ്ട അവസ്ഥ ഉടലെടുത്തിരിക്കുകയാണ്. എന്തു ചെയ്താലും ശിക്ഷിക്കാനും പരാതി പറയാനും ഒരിടവുമില്ല. അതിനാൽ തന്നെ ആളുകളെല്ലാം ക്രൂരന്മാരായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനും മറ്റുമായി ആളുകൾ പരസ്പരം കൊന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിക്കാൻ പ്രയാസകരമായ ഈ ഒരു സ്ഥലത്ത് കെലൻ തൻ്റെ ഭാര്യയ്ക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. കെലൻ ഒരു ശാന്ത സ്വഭാവക്കാരനായിരുന്നു. ആരെയും കൊലപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു നാൾ അവശ്യ വസ്തുക്കൾ ശേഖരിച്ച് തിരികെ വരുന്ന സമയത്ത് അവൻ അക്രമി സംഘത്തിൻ്റെ മുന്നിൽപ്പെട്ടു. നിഷ്കളങ്കനും നിരുപദ്രവകാരിയുമായിരുന്ന അവനെ അക്രമി സംഘം ഒന്നും ചെയ്യാതെ പറഞ്ഞുവിട്ടു. അങ്ങനെ കെലൻ സന്തോഷത്തോടെ തൻ്റെ ഭാര്യയുടെ പക്കലേക്ക് പായുകയാണ്. അന്നവൻ തൻ്റെ ഭാര്യയ്ക്കായി ഒരു വൈൻ ബോട്ടിൽ കൊണ്ടുവന്നിരുന്നു. സ്വരക്ഷയ്ക്കായി അവർ ഒരു തോക്ക് കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷണത്തിനായി കെലൻ തൻ്റെ വീട്ടുവളപ്പിൽ പച്ചക്കറികൾ കൃഷി ചെയ്യാറുണ്ടായിരുന്നു. അത് മോഷ്ടിക്കാനായി അന്നൊരു വൃദ്ധൻ അവരുടെ പറമ്പിലേക്ക് നുഴഞ്ഞു കയറി. കെലൻ അയാളെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ ആകാശത്തിലേക്ക് നിറയൊഴിച്ച് ആ മനുഷ്യനെ വിരട്ടി ഓടിച്ചു. പിറ്റേന്നും സമാന രീതിയിൽ 2 യുവാക്കൾ മോഷണത്തിനായി കെലൻ്റെ പറമ്പിലേക്ക് എത്തിയിരുന്നു. കെലൻ അവരെയും തോക്കെടുത്ത് ഭയപ്പെടുത്തി ഓടിക്കുകയാണ്. പട്ടിണി മൂലം ആളുകൾ മോഷണത്തിനിറങ്ങുന്നത് അവിടെ തുടർക്കഥയായിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് പറമ്പിൽ കിടന്നിരുന്ന തുരുമ്പ് പിടിച്ചിരുന്ന ഷീറ്റ് കൊണ്ട് കെലൻ്റെ ഭാര്യയുടെ കാല് മുറിയുന്നത്. ഈ ഒരു സംഭവം അവൾ അത്ര കാര്യമായി എടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ കാര്യം കെലനോട് പറഞ്ഞതുമില്ല. രാത്രിയിൽ കാലിൽ അസഹ്യമായ വേദനയെ തുടർന്ന് അവൾ ഞെട്ടിയുണർന്നു. ഈ ഒരു സമയത്താണ് അവളുടെ കാലിൽ മുറിവേറ്റിരുന്നത് കെലൻ അറിയുന്നത്. ഈ നേരത്തിനുള്ളിൽ തന്നെ അവളുടെ കാലിൽ ഇൻഫെക്ഷൻ ബാധിച്ചിരുന്നു. കെലൻ വീട്ടിലുണ്ടായിരുന്ന ചില മരുന്നുകൾ ഉപയോഗിച്ച് അവൾക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി. ഈ ഒരു സമയത്ത് അവൻ്റെ ഭാര്യ അസഹ്യമായ വേദനയാൽ പുളഞ്ഞ് ബോധരഹിതയായി. നേരം വെളുക്കുവോളം കെലൻ അവൾക്ക് കാവലിരുന്നു. 2 വർഷങ്ങൾക്ക് മുൻപ് വായുവിലൂടെ വൈറസ് പടർന്നാണ് നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നത്. വൈറസിൻ്റെ വീര്യം കുറഞ്ഞെങ്കിലും മുറിവുകളിലൂടെ അതിപ്പോഴും മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഈ ഒരു വൈറസിനെതിരെ മരുന്നുപയോഗിച്ചില്ലെങ്കിൽ അത് മരണത്തിലേക്ക് നയിക്കും. നമ്മുടെ കയ്യിൽ ആ ഒരു വൈറസിനെതിരായ മരുന്നില്ല. അതിനാൽ തന്നെ ഞാൻ എവിടെയെങ്കിലും പോയി അത് സംഘടിപ്പിക്കാമെന്ന് അവൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. ശേഷം കാണിക്കുന്നത് കുറച്ചകലെയായി ഒരു കൊച്ചു വീട്ടിൽ താമസിക്കുന്ന സംവസ് എന്ന വൃദ്ധനെയാണ്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്നയാൾ തൻ്റെ പറമ്പിലേക്ക് അതിക്രമിച്ചു കയറുന്നവരെ നിഷ്കരണം വെടിവെച്ച് കൊല്ലാറുണ്ടായിരുന്നു. അന്ന് സംവസിൻ്റെ പറമ്പിലേക്ക് അതിക്രമിച്ചെത്തിയിരുന്ന 2 യുവാക്കൾ അവൻ സ്ഥാപിച്ചിരുന്ന കെണികളിൽ കുടുങ്ങാനിടയായി. സംവസ് അവർ 2 പേരെയും നിഷ്കരണം വെടിവെച്ച് കൊലപ്പെടുത്തി. ശേഷം സംവസ് ആ മൃതദേഹങ്ങൾ പറമ്പിൽ തന്നെ കുഴികുത്തി കുഴിച്ചിട്ടു. ഇതേസമയം കെലൻ ഭാര്യയ്ക്ക് ആവശ്യമായ മരുന്ന് കൊണ്ടുവരാനായി വീട്ടിൽ നിന്നും ഇറങ്ങാനൊരുങ്ങുകയായിരുന്നു. ഭാര്യയുടെ സുരക്ഷയ്ക്കായി കെലൻ അവൾക്കൊരു തോക്ക് കൈമാറി. സ്വരക്ഷയ്ക്ക് വേണ്ടി മാത്രമേ ഇതുപയോഗിക്കാൻ പാടുള്ളൂവെന്ന് അവൻ ഭാര്യയോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അങ്ങനെ കെലൻ മരുന്നിനായി വീട് വിട്ടിറങ്ങുകയാണ്. വഴിയരികിൽ നിൽക്കാറുള്ള അക്രമി സംഘത്തിനരികിലൂടെ അവൻ കടന്നുപോയി. നിരുപദ്രവകാരിയാണെന്നറിയാവുന്നതുകൊണ്ട് അവർ അവനെ പോകാൻ അനുവദിച്ചു. നിരായുധനായി പോയിരുന്ന കെലനെ ഭാഗ്യവശാൽ ആരും തന്നെ ഉപദ്രവിച്ചിരുന്നില്ല. അക്രമിയാണെന്ന് തെറ്റിദ്ധരിച്ച് പലരും പ്രാണരക്ഷാർത്ഥം കെലനു നേരെ തോക്കു ചൂണ്ടുകയും അവനെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു കൂട്ടർ ഈ ഒരു അവസരം മുതലെടുത്ത് ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കണ്ണിൽപ്പെടാതെ കാട്ടുവഴിയിലൂടെ കെലൻ മുന്നോട്ടേക്ക് നീങ്ങി. ഈ ഒരു സമയത്താണ് അവൻ ഒറ്റപ്പെട്ട നിലയിലുള്ള സംവസിൻ്റെ ആ ഒരു ചെറിയ വീട് കാണാനിടയാവുന്നത്. അങ്ങനെ ആ വീട്ടിൽ വരുന്നുണ്ടോ എന്ന് നോക്കാനായി കെലൻ അങ്ങോട്ടേക്ക് ചെന്നു. വാതിൽക്കലിൽ മുട്ടി നോക്കിയെങ്കിലും ആരെയും അവിടെ കണ്ടില്ല. അതോടെ കെലൻ അകത്തേക്ക് പ്രവേശിച്ചു. മരുന്നിനായി അവനവിടെ പരിശോധിച്ചു. അവിടെ നിരവധി ആയുധങ്ങളും മറ്റ് സാമഗ്രികളും ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് പൊടുന്നനെ സംവസ് തോക്കുമായി അവൻ്റെ പക്കലേക്ക് ചാടി വീഴുന്നത്. താൻ നിരായുധനാണെന്നും തൻ്റെ പക്കൽ ആയുധങ്ങളൊന്നുമില്ലെന്നും ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് മരുന്നന്വേഷിച്ചിറങ്ങിയതാണെന്നും കെലൻ
സംവസിനോട് പറഞ്ഞു. കെലൻ പറയുന്നത് സത്യമാണെന്ന് സംവസിന് ബോധ്യമായി. ഇതേസമയം മുറിവേറ്റ കാലുമായി ഒറ്റയ്ക്കായി പോയ കെലൻ്റെ ഭാര്യയെ ഒരു വൃദ്ധൻ ആക്രമിക്കാനായി ശ്രമിക്കുകയായിരുന്നു. അവൾ ആ വൃദ്ധനെ അടിച്ചു വീഴ്ത്തിയെങ്കിലും അവൾക്ക് അയാളെ കൊല്ലാനായി മനസ്സ് വന്നിരുന്നില്ല. അതിനാൽ തന്നെ അവൾ പരിക്ക് പറ്റിയിരുന്ന അയാളുടെ ശരീരം കുറച്ചകലേക്കായി നീക്കിയിട്ടു. ഇതേ നേരം കുറച്ച് അക്രമികൾ സംവസിൻ്റെ വീട് കത്തിച്ച് അയാളെ ആക്രമിക്കാനായി ശ്രമിക്കുകയാണ്. തന്നെ സഹായിക്കാനായി സംവസ് കെലനോട് പറഞ്ഞു. ശേഷം സംവസ് അവിടെയുണ്ടായിരുന്ന അക്രമികളുമായി പോരാടുകയാണ്. ഈ ഒരു സമയത്ത് സംവസിൻ്റെ നിർദ്ദേശപ്രകാരം കെലൻ തീയണച്ചിരുന്നു. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ സംവസ് അക്രമികളെ ഇരട്ടി ഓടിച്ചിരുന്നു. സംവസ് കെലനോട് പറഞ്ഞു, എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഞാൻ അവരോടെല്ലാം ഒറ്റയ്ക്കാണ് പോരാടുന്നത്. ഒരാഴ്ച നീ ഇവിടെ നിന്ന് എന്നെ സഹായിച്ചാൽ നിനക്കാവശ്യമായ മരുന്നുകൾ ഞാൻ തരാം. അത് എൻ്റെ പക്കലുണ്ട്. ഇത് കേട്ടതോടെ കെലൻ അപ്രകാരം തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. കാരണം ആ മരുന്നുകൾ വളരെ അപൂർവമായി ഇപ്പോൾ ന്യൂസിലാൻഡിലുള്ളൂ. അതിനാൽ തന്നെ അത് കിട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് കെലൻ അറിയാമായിരുന്നു. അങ്ങനെ കെലൻ മനസ്സോടെ സംവാസിനെ സഹായിക്കാനായി അവനോടൊപ്പം നിൽക്കുകയാണ്. ഞാൻ ഈ വീടിന് ചുറ്റും നിരവധി കെണികൾ ഒരുക്കിയിട്ടുണ്ട്. അക്രമികളിൽ ചിലർ അതിൽ കുടുങ്ങി മരിക്കാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ വീടിന് കൂടുതൽ സംരക്ഷണം ആവശ്യമാണെന്ന് സംവസ് കെലനോട് പറഞ്ഞു. കെലൻ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. അതിനാൽ തന്നെ കെലൻ അവിടെയുണ്ടായിരുന്ന ഡൈനാമും സോളാർ പാനലും ഉപയോഗിച്ച് സംവാസിൻ്റെ വീട്ടിൽ വൈദ്യുതി എത്തിച്ചു. അങ്ങനെ അവൻ സുരക്ഷയ്ക്കായി ക്യാമറയും ഇലക്ട്രിക് കെണിയും സ്ഥാപിച്ചു. രാത്രിയിലും കെലൻ ആ വീട്ടിലേക്കായുള്ള സുരക്ഷാ ഉപകരണങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. പിറ്റേന്നു രാവിലെ വേട്ടയാടാനായി ഇറങ്ങിയ ഇരുവരെയും 2 യുവാക്കൾ ആക്രമിക്കുകയാണ്. അവരിരുവരും ആ യുവാക്കളുമായി പോരാടുകയും അവരെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അക്രമിയെ സംവസ് കൊലപ്പെടുത്തി. പക്ഷേ അതിനോട് കെലൻ യോജിച്ചിരുന്നില്ല. എന്നാൽ ഈ ഒരു സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടാമൻ കെലനെ വീണ്ടും ആക്രമിക്കുകയാണ്. അതോടെ സംവസിനെ അയാളെയും തലക്കടിച്ച് കൊലപ്പെടുത്തേണ്ടതായി വന്നു. അന്നു രാത്രിയിൽ അത്താഴം കഴിക്കുന്ന സമയത്ത് ഇന്നൊരു കൂട്ടർ നമ്മളെ ആക്രമിക്കാനായി എത്തുമെന്ന് സംവസ് കെലനോട് വെളിപ്പെടുത്തുകയാണ്. ഇത് കേട്ട് കെലൻ ക്ഷുഭിതനാവുകയും സംവസിനെ അടിക്കുകയും ചെയ്തു. കാരണം ഇക്കാര്യം ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ കെലനെ ആക്രമണത്തെ ചെറുക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാമായിരുന്നു. സംവസ് കെലനെ കീഴ്പ്പെടുത്തി ബന്ധനസ്ഥനാക്കുകയും പിറ്റേ ദിവസം രാവിലെ അഴിച്ചു കൊടുക്കുകയും ചെയ്തു. ആ ഒരു രാത്രിയിൽ ആരും തന്നെ അവരെ ഉപദ്രവിക്കാനായി എത്തിയിരുന്നില്ല. എന്നാൽ പിന്നീട് ഒരു കൂട്ടം അക്രമികൾ സംവസിൻ്റെ വീടിനു നേരെ ഡ്രോൺ ആക്രമണം അഴിച്ചു കൊടുക്കുകയാണ്. ഡ്രോണിലുള്ള ബോംബ് ഉപയോഗിച്ച് സംവസിൻ്റെ വീട് തകർക്കുക എന്നുള്ളതായിരുന്നു അക്രമികളുടെ ലക്ഷ്യം. ഭാഗ്യവശാൽ സംവാസിനും കെലനും ചേർന്ന് ആ ഡ്രോണുകളെല്ലാം വെടിവെച്ചിടാനായി സാധിച്ചിരുന്നു. അതോടുകൂടി അക്രമികൾ അവിടെ നിന്നും പിൻവാങ്ങുകയാണ്. ഈ ഒരു സമയത്ത് തൻ്റെ വീടിനകത്തേക്ക് ആരോ കടന്നു കൂടിയിട്ടുള്ളതായി കെലൻ്റെ ഭാര്യയ്ക്ക് തോന്നുകയാണ്. ഭീതിയോടെ അവൾ അന്വേഷണം ആരംഭിച്ചു. അത് ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി കെലൻ്റെ ഭാര്യയുടെ കൂട്ടുകാരിയുടെ മകളായിരുന്നു. ആ കുട്ടി അവളോട് പറഞ്ഞു, എൻ്റെ അമ്മയെയും അച്ഛനെയും അക്രമികൾ കൊലപ്പെടുത്തി. മരിക്കുന്നതിന് മുൻപ് അമ്മയാണ് എനിക്ക് ഇവിടേക്കുള്ള വഴി പറഞ്ഞു തന്നിരുന്നത്. ഞാൻ അക്രമികളുടെ കയ്യിൽപ്പെടാതെ അലമാരയ്ക്കകത്തു കയറി ഒളിച്ചിരുന്നു. അങ്ങനെ രാത്രിയോട് ഞാൻ വീട് വിട്ടിറങ്ങി ഇവിടേക്ക് എത്തിച്ചേരുകയായിരുന്നെന്ന് കുട്ടി വെളിപ്പെടുത്തി. കുട്ടികൾ ഉണ്ടാവാതിരുന്നിരുന്നവൾ ആ പെൺകുട്ടിയെ സ്വന്തം മകളെ പോലെ കണ്ടു. പിറ്റേന്ന് കുട്ടിയെ കളിപ്പിക്കുന്നതിനിടെ ഒരക്രമി അവർക്കു നേരെ വരികയാണ്. ഈ ഒരു സമയത്ത് തോക്ക് കുട്ടിയുടെ കയ്യിലായിരുന്നു. എത്രയും വേഗം തൻ്റെ പക്കലേക്ക് ഓടി വരാനായി അവൾ വിളിച്ചു പറഞ്ഞു. കുട്ടി അപ്രകാരം ചെയ്തു. അതിനാൽ തന്നെ അവൾക്ക് ആ ഒരു തോക്ക് കാണിച്ച് അക്രമിയെ വിരട്ടി ഓടിക്കാനായി സാധിച്ചിരുന്നു. അക്രമികളുടെ ശല്യം മൂലം അവരെ നേരിടാനായി കെലൻ്റെ ഭാര്യ ചില ആയുധങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു. ശേഷം കാണിക്കുന്നത് കുറച്ച് ക്രിമിനൽസിനെ കൂടെ നിർത്തി ആളുകളെ കൊള്ളയടിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന മിഷേൽ എന്ന യുവതിയെയാണ്. ആളുകളെ പിടികൂടി അവരെ ക്രൂരമായി ഉപദ്രവിക്കുന്നത് മിഷേലിൻ്റെ വിനോദമായിരുന്നു. അങ്ങനെ 5 ദിവസങ്ങൾ കടന്നുപോയിരിക്കുകയാണ്. അന്നേ ദിവസം രാവിലെ കെലൻ സംവസിൻ്റെ വീടിൻ്റെ ബേസ്മെൻറ്റിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കാനിടയായി. ഉടൻ തന്നെ കെലൻ അവിടേക്ക് ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഉടൻ തന്നെ സംവസ് അങ്ങോട്ടേക്ക് ഓടിയെത്തി കെലനെ തടഞ്ഞു. ബേസ്മെൻറ്റിൽ ഗുണ്ടാ സംഘങ്ങളുടെ കയ്യിൽ നിന്നും ഞാൻ രക്ഷപ്പെടുത്തിയിരുന്ന ഒരു കുട്ടിയുണ്ടെന്ന് സംവസ്
ഈ സമയത്ത് അവനോട് വെളിപ്പെടുത്തി. കുട്ടിക്ക് ആളുകളെ കാണുന്നത് പേടിയായതുകൊണ്ട് ഞാൻ അവനെ ബേസ്മെൻറ്റിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നെന്ന് സംവസ് കെലനോട് പറഞ്ഞു. ഈ ഒരു സംഭവം കൊണ്ട് തന്നെ ആ കുട്ടിയെ ബന്ദിയാക്കി വെച്ചിരുന്ന ഗുണ്ടാ സംഘങ്ങളും ഇപ്പോൾ സംവസിൻ്റെ ശത്രുവാണ്. സംവസിൻ്റെ ശത്രുക്കളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു ഗുണ്ടാ സംഘം കൂടിയിരിക്കുന്നു. ഗുണ്ടാ സംഘത്തിലെ ആളുകൾ തന്നെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നെന്ന് അന്ന് രാത്രിയിൽ ആൺകുട്ടി കെലനോട് പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞതോടെ കാലിലെ ഇൻഫെക്ഷൻ മൂർച്ഛിച്ച് കെലൻ്റെ ഭാര്യ ബോധരഹിതയായി നിലത്ത് വീഴുകയാണ്. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്താണ് അവൾ കൊല്ലാതെ വിട്ടിരുന്ന ആ ഒരു വൃദ്ധൻ വീണ്ടും അവരെ ആക്രമിക്കാനായി ആ ഒരു വീട്ടിലേക്കെത്തുന്നത്. ആ വൃദ്ധൻ പേടിച്ചൊളിച്ചിരുന്നിരുന്ന പെൺകുട്ടിയെ പിടികൂടി. ഭാഗ്യവശാൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ കെലൻ്റെ ഭാര്യയ്ക്ക് ബോധം വന്നിരുന്നു. അവൾ ആ വൃദ്ധനെ അടിച്ചു വീഴ്ത്തി. മുൻപ് ചെയ്തിരുന്നത് പോലെ മൃതപ്രാണനായി കിടന്നിരുന്ന അയാളെ അവൾ കുറച്ച് ദൂരെയായി ഉപേക്ഷിച്ചു. എന്നെ കൊന്നോളൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വീണ്ടും ആക്രമിക്കുമെന്ന് വൃദ്ധൻ അവളോട് പറഞ്ഞു. എന്നിരുന്നാലും അയാളെ കൊല്ലാൻ അവളുടെ മനസാക്ഷി അനുവദിച്ചിരുന്നില്ല. അങ്ങനെ അവൾ വയ്യാത്ത കാലം വെച്ച് തിരികെ വീട്ടിലേക്ക് നടന്നു. പിന്നീട് സംവസ് രക്ഷപ്പെടുത്തിയിരുന്ന കുട്ടിയെ തേടി ഗുണ്ടാ സംഘങ്ങൾ അവൻ്റെ വീട്ടിലേക്ക് വരികയാണ്. കെണികളിൽ നിന്നും രക്ഷപ്പെടാനായി അവർ ടാങ്ക് പോലുള്ളൊരു തള്ളുവണ്ടി ഉപയോഗിച്ചിരുന്നു. സംവസിൻ്റെ വീട് സംരക്ഷിക്കാനായി കെലനും സംവസും അവരുമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ പോരാട്ടം രാത്രി വരെ തുടർന്നു പോന്നു. ഈ ഒരു സമയത്ത് കെലൻ്റെ ഭാര്യ 2 തവണ കൊല്ലാതെ വിട്ടിരുന്ന ആ ഒരു വൃദ്ധൻ വീണ്ടും അവരെ ആക്രമിക്കാനായി അവരുടെ വീട്ടിലേക്ക് എത്തുകയാണ്. രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ലാത്തതിനാൽ ഇത്തവണ അവൾക്ക് അയാളെ കൊലപ്പെടുത്തേണ്ടി വന്നു. തൊട്ടു പിന്നാലെ മറ്റ് 2 അക്രമികൾ കൂടി അവിടേക്കെത്തി. കെലൻ്റെ ഭാര്യ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് അവരെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഈ ഒരു നേരത്ത് സംവസിൻ്റെ ബേസ്മെൻറ്റിലേക്ക് കടക്കാനുള്ള ഒരു തുരങ്കം അക്രമി സംഘത്തിൻ്റെ തലവനായ മൈക്കിൾ കണ്ടെത്തിയിരുന്നു. ശക്തമായ പോരാട്ടം നടക്കുന്നതിനിടെ മൈക്കിൾ ആ ഒരു തുരങ്കത്തിലൂടെ സംവസിൻ്റെ വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ പേടിച്ചരണ്ടിരുന്നിരുന്ന ആൺകുട്ടിയെ അയാൾ ബന്ധനസ്ഥനാക്കി. അങ്ങനെ അയാൾ സംവസിൻ്റെ വീടിനകത്തേക്ക് പ്രവേശിക്കുകയും സംവസിൻ്റെ കയ്യിലേക്ക് നിറയൊഴിക്കുകയും ചെയ്തു. അയാളെ കണ്ട് കെല്ലൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം ആ ഒരു മനുഷ്യൻ കെല്ലനെ ഉപേക്ഷിച്ചു പോയിരുന്ന അവൻ്റെ പിതാവായിരുന്നു. അയാൾ കെല്ലനെ തന്നെപ്പോലെ ഒരു ഗുണ്ടയാക്കാനായി ആഗ്രഹിച്ചു. പക്ഷേ കെലൻ സമാധാനപ്രിയനായിരുന്നു. അതുകൊണ്ടായിരുന്നു മൈക്കിൾ കെലനെ ഉപേക്ഷിച്ചിരുന്നത്. മൈക്കിൾ ആ ഒരു ആൺകുട്ടിയെ തട്ടിയെടുത്തിരുന്നത് അവനെ ഒരു ഗുണ്ടയാക്കി മാറ്റാനായിരുന്നു. ഈ ഒരു സമയത്ത് കെല്ലൻ ഒരു കെണി പ്രവർത്തിപ്പിച്ച് തൻ്റെ അച്ഛനായ മൈക്കിളിനെ വലയിലാക്കി. ഇക്കാര്യം അറിയാതെ മൈക്കിളിൻ്റെ 3 സംഘാംഗങ്ങൾ സംവസിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കാനായി ശ്രമിക്കുകയായിരുന്നു. ഈ ഒരു കാഴ്ച കെല്ലൻ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറയിലൂടെ സംവസ് വീക്ഷിച്ചിരുന്നു. അതോടെ സംവസ് ഒരു ട്രാപ്പ് ഓണാക്കുകയാണ്. അതോടുകൂടി മൈക്കിളിൻ്റെ സംഘാംഗങ്ങളുടെ ദേഹത്തേക്ക് ആസിഡ് വാട്ടർ പതിച്ചു. ഉടനെ മൈക്കിൾ കെലനെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ട് ബേസ്മെൻറ്റിലൂടെയുള്ള തുരങ്കത്തിലൂടെ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. പുറത്തേക്കെത്തിയ അയാളെ സംവസ് കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കെല്ലൻ അതിന് സമ്മതിച്ചില്ല. പിന്നീട് സംവസ് അവർ നമ്മളെ വീണ്ടും ആക്രമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് മൈക്കിളിൻ്റെ 3 സംഘാംഗങ്ങളെയും വെടിവെച്ച് കൊലപ്പെടുത്തി. കെല്ലൻ ഇവിടേക്ക് എത്തിയിട്ടിപ്പോൾ 7 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. വാക്ക് പറഞ്ഞിരുന്നത് പോലെ സംവസ് അവൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമായ മരുന്നുകൾ കെല്ലനെ കൈമാറി. ഈ കുട്ടി ഇവിടെ സേഫല്ലെന്നും നീ പോകുമ്പോൾ ഇവനെ കൂടി കൊണ്ടുപോകണമെന്ന് സംവസ് കെല്ലനോട് പറഞ്ഞു. എന്നാൽ പരിക്കു പറ്റിയിരുന്ന സംവസിനെ വിട്ടുപോകാൻ കെല്ലനെ വിഷമമുണ്ടായിരുന്നു. നീ അതൊന്നും കാര്യമാക്കേണ്ടെന്നും എത്രയും വേഗം ഈ ഒരു മരുന്ന് നിന്റെ ഭാര്യയ്ക്ക് കൊണ്ടുകൊടുക്കാനും സംവസ് അവനോട് പറഞ്ഞു. ഇത് ഞാൻ സംവസിനെ സഹായിക്കേണ്ട സമയമാണെന്ന് കെല്ലനെ അറിയാമായിരുന്നു. പിന്നീട് കെല്ലൻ ആ ഒരു ആൺകുട്ടിയെയും കൂട്ടി വഴിയിൽ സ്ഥിരമായി കാണാറുള്ള അക്രമി സംഘത്തിന് മുന്നിലൂടെ വീട്ടിലേക്ക് പോയി. എന്നാൽ വീട്ടിലേക്കെത്തിയ കെല്ലനു നേരെ അവൻ്റെ ഭാര്യയ്ക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടി ആളറിയാതെ നിറയൊഴിക്കുകയാണ്. ഭാഗ്യവശാൽ ആ കുട്ടിക്ക് ലക്ഷ്യം തെറ്റി. കെല്ലൻ അവൾക്ക് താൻ ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നാൽ ഈ ഒരു സമയത്തിനുള്ളിൽ അവൻ്റെ ഭാര്യയുടെ സ്ഥിതി വളരെ വഷളായി കഴിഞ്ഞിരുന്നു. സംവാസ് കൊടുത്തിരുന്ന മരുന്ന് അവൻ അവളുടെ ശരീരത്തിൽ കുത്തിവെച്ചു. തൽഫലമായി അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ അസുഖം മാറി അവൾ പൂർണ്ണ ആരോഗ്യവതിയായി മാറി. തന്നോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയെ അവൾ കെല്ലനെ പരിചയപ്പെടുത്തി കൊടുത്തു. താൻ കൊണ്ടുവന്നിരുന്ന ആൺകുട്ടിയെ അവൻ അവരെ ഇരുവരെയും പരിചയപ്പെടുത്തി. 2 കുട്ടികളെ കിട്ടിയതോടെ കുട്ടികളില്ലാതിരുന്ന അവർക്ക് ഒരുപാട് സന്തോഷമായി. എന്നാൽ ഈ ഒരു സമയത്തും പരിക്കേറ്റിരുന്ന സംവസ് ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്ത
കെല്ലനെ വേദനിപ്പിച്ചിരുന്നു. കാരണം സംവാസിൻ്റെ ശത്രുക്കൾ അവനെ ആക്രമിക്കാനായി എത്തുമെന്ന് കെല്ലനെ ഉറപ്പായിരുന്നു. അങ്ങനെ അവൻ വീണ്ടും ക്ഷീണിതനായിരുന്ന സംവാസിൻ്റെ പക്കലേക്ക് ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് മിഷേൽ എന്ന ഗുണ്ടാ നേതാവ് തൻ്റെ അനുയായികളുമായി സംവാസിനെ ആക്രമിക്കാനായി വരികയായിരുന്നു. അവൾ മറ്റാരുമായിരുന്നില്ല, മിഷേലെ സംവാസിൻ്റെ മകൾ തന്നെയായിരുന്നു. പിതാവായ സംവസ് തന്നെയും അമ്മയെയും ഉപേക്ഷിച്ചു പോയതുകൊണ്ട് തന്നെ അവൾ അയാളെ വെറുത്തിരുന്നു. അങ്ങനെ മിഷേലിൻ്റെ ആളുകളുമായി സംവസും കെല്ലനും ശക്തമായ പോരാട്ടം ആരംഭിക്കുകയാണ്. ഈ സമയത്തൊരാൾ വീട്ടിലേക്ക് അതിക്രമിച്ചു കടന്ന് സംവസിനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും കെല്ലൻ അയാളെ കൊലപ്പെടുത്തി. ഈ ഒരു സമയത്ത് മുറിവേറ്റ കാലുമായി കെല്ലനെ രക്ഷിക്കാനായി അവൻ്റെ ഭാര്യയും സംവസിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ ഒരു നേരത്തിനുള്ളിൽ തന്നെ നിരവധി ആളുകൾ അവിടെ മരിച്ചു വീണ് കഴിഞ്ഞിരുന്നു. ഈ ഒരു സമയത്ത് മിഷേലിനെ സഹായിക്കാനായി കെല്ലൻ്റെ പിതാവായ മൈക്കിളും അവിടേക്ക് എത്തിയിരുന്നു. മിഷേലിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവശേഷിച്ചിരുന്ന അവളുടെ കൂട്ടാളികൾ കെല്ലനെയും സംവസിനെയും ആക്രമിക്കുകയാണ്. വീടിനകത്തുണ്ടായിരുന്ന ട്രാപ്പ് ഉപയോഗിച്ച് കെല്ലൻ മിഷേലിൻ്റെ സംഘാംഗങ്ങളെ കൊലപ്പെടുത്തി. അതോടെ മിഷേലെ കെല്ലനു നേരെ തോക്കു ചൂണ്ടുകയാണ്. ഈ ഒരു സമയത്ത് കെല്ലൻ്റെ ഭാര്യയുടെ പക്കലേക്ക് അവൻ കൊണ്ടുവന്നിരുന്ന ആ ഒരാൺകുട്ടിയും എത്തുകയാണ്. അങ്ങനെ അവർ അവിടെ ഉണ്ടായിരുന്ന തുരങ്കം വഴി സംവാസിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുകയാണ്. ഈ ഒരു സമയത്ത് മിഷേലിൻ്റെ അവശേഷിച്ച സംഘാംഗം സംവാസിനു നേരെ തോക്കു ചൂണ്ടി നിൽക്കുകയായിരുന്നു. ഈ നേരത്തെ മിഷേലെ സംവാസിനോട് അവൻ്റെ പക്കലുണ്ടായിരുന്ന മരുന്നുകൾ ആവശ്യപ്പെട്ടിരുന്നു. ഞാനത് മറ്റൊരാൾക്ക് നൽകിക്കഴിഞ്ഞുവെന്ന് സംവസ് മിഷേലിനോട് പറഞ്ഞു. ഇത് കേട്ട് മിഷേൽ ക്ഷുഭിതയായി. അവൾ തൻ്റെ സഹായിയോട് സംവസിനെ കൊല്ലാൻ ആവശ്യപ്പെട്ടു. ബേസ്മെൻറ്റ് വഴി അവിടേക്ക് എത്തിയ കെല്ലൻ്റെ ഭാര്യ അവളുടെ സഹായിയെ വെടിവെച്ചു കൊന്നു. കിട്ടിയ തക്കത്തിന് കെല്ലനും സംവസും മിഷേലിനും മൈക്കിളിനും നേരെ തോക്കു ചൂണ്ടി. ശേഷം സംവസ് മൈക്കിളിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഈ ഒരു നേരത്തെ കെല്ലൻ മിഷേലിനെ ഷോക്കടുപ്പിച്ച് വീഴ്ത്തുകയാണ്. പിന്നീട് സംവസ് മിഷേലിനെ പൂട്ടിയിടാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് അവളെ ഒരു വാനിലാക്കി പറഞ്ഞയച്ചു. കെല്ലൻ സംവസിനോട് യാത്ര പറഞ്ഞ് കുട്ടിയെയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് കെല്ലൻ തൻ്റെ വീട് സുരക്ഷിതമാക്കാൻ വേണ്ടി സംവസ് ചെയ്തിരുന്നത് പോലെ ചുറ്റിലും നിരവധി കെണികൾ സ്ഥാപിച്ചു. ശേഷം അവൻ തൻ്റെ ഭാര്യയ്ക്കും ആ 2 കുട്ടികൾക്കുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.